നമസ്കാരം. NPPയുടെ പിന്മാറ്റമാണ് മണിപ്പൂരിൽ നിർണായകമായത്. മണിപ്പൂരിലെ ക്രമസമാധാന സാഹചര്യങ്ങളിൽ അതീവ ഉത്കണ്ഠ പ്രകടിപ്പിച്ചുകൊണ്ടാണ് കോൺറാഡ് സാങ്മയുടെ നേതൃത്വത്തിലുള്ള നാഷണൽ പീപ്പിൾസ് പാർട്ടി സർക്കാരിനുള്ള പിന്തുണ നേരത്തെ പിൻവലിച്ചത്. സംസ്ഥാന സർക്കാർ വംശീയ കലാപം നിയന്ത്രിക്കുന്നതിലും സമാധാനം പുനഃസ്ഥാപിക്കുന്നതിലും പൂർണ്ണമായി പരാജയപ്പെട്ടുവെന്ന് BJP അധ്യക്ഷൻ JP നദ്ദയ്ക്ക് അയച്ച ഔദ്യോഗിക കത്തിൽ NPP തുറന്നടിച്ചിരുന്നു. സഖ്യത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ കക്ഷിയായിരുന്നു NPP. സംസ്ഥാനത്തെ സംഘർഷാവസ്ഥ നിയന്ത്രിക്കുന്നതിൽ ബീരൻ സിംഗ് സർക്കാർ പരാജയപ്പെട്ടു എന്ന് ആരോപിച്ചായിരുന്നു സഖ്യത്തിൽ നിന്നുള്ള പിന്മാറ്റം. മണിപ്പൂരിൽ നിരവധി പേർ കൊല്ലപ്പെടാനിടയായ കലാപത്തിന് പിന്നിൽ രാജ്യത്തിന് പുറത്തുള്ള ശക്തികളാകാമെന്നാണ് ബീരൻ സിംഗ് ഒരിക്കൽ ആരോപിച്ചത്. കലാപം അടിച്ചമർത്താൻ കഴിയാത്തതിന്റെ പേരിൽ മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന ആവശ്യം പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിക്കുന്നതിനിടെയായിരുന്നു പരാമർശം. മ്യാൻമറുമായി മണിപ്പൂർ അതിർത്തി പങ്കിടുന്നുണ്ട്. ചൈനീസ് സമീപത്തുണ്ട്. അതിർത്തിയിലെ 398 കിലോമീറ്ററോളം കാവൽ ഏർപ്പെടുത്തിയിട്ടില്ലാത്ത പ്രദേശമാണ്. അതിർത്തിയിൽ സുരക്ഷാ സേനയുടെ സാന്നിധ്യം ഉണ്ടെങ്കിലും അതിവിശാലമായ പ്രദേശം മുഴുവനും അവർക്ക് നിരീക്ഷിക്കാൻ കഴിയില്ല. അതിനാൽ സംഭവങ്ങൾക്ക് പിന്നിൽ രാജ്യത്തിന് പുറത്തുള്ള ശക്തികളുടെ പങ്ക് തള്ളിക്കളയാനോ സ്ഥിരീകരിക്കാനോ കഴിയാത്ത സാഹചര്യമാണെന്ന് ഒരു അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞു. അക്രമ സംഭവങ്ങൾ ആസൂത്രിതമാണെന്ന് തോന്നുന്നുവെന്നും എന്നാൽ അതിനു പിന്നിലെ കാരണം എന്താണെന്ന് വ്യക്തമല്ലെന്നും പറഞ്ഞിരുന്നു. ഇത്രയും കാലം മണിപ്പൂരിലെ ജനങ്ങളെ സേവിക്കാൻ കഴിഞ്ഞത് വലിയ അംഗീകാരമാണെന്ന് അദ്ദേഹം ഗവർണർ അജയ് കുമാർ ഭല്ലയ്ക്ക് കൈമാറിയ രാജിക്കത്തിൽ പറയുന്നു. വികസന പ്രവർത്തനങ്ങളിലും വിവിധ പദ്ധതികളിലും നടത്തിപ്പിലും മണിപ്പൂരിലെ ഓരോ വ്യക്തികളുടെയും താൽപ്പര്യം സംരക്ഷിക്കുന്നതിലും കൃത്യസമയത്ത് നടത്തിയ ഇടപെടലുകൾക്ക് രാജിക്കത്തിൽ അദ്ദേഹം കേന്ദ്ര സർക്കാരിന് നന്ദി പറഞ്ഞിട്ടുണ്ട്. ബീരൻ സിംഗിന്റെ രാജിയോടെ സംസ്ഥാനത്ത് സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള നീക്കം ശക്തമാകുമോ എന്നതാണ് രാജ്യം ഉറ്റുനോക്കുന്നത്. അക്രമ സംഭവങ്ങളിൽ ഖേദമുണ്ടെന്നും ജനങ്ങളോട് മാപ്പ് പറയാൻ ആഗ്രഹിക്കുന്നുവെന്നും വ്യക്തമാക്കിക്കൊണ്ട് ബീരൻ സിംഗ് നേരത്തെ രംഗത്തെത്തിയിരുന്നു. അന്ന് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: കഴിഞ്ഞ മെയ് 3 മുതൽ ഇന്ന് വരെ സംഭവിക്കുന്ന കാര്യങ്ങളിൽ ഖേദമുണ്ട്. ക്ഷമാപണം നടത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിരവധി ആളുകൾക്ക് അവരുടെ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടു. പലർക്കും അവരുടെ വീടുകൾ വിടേണ്ടി വന്നു. ശരിക്കും ഖേദമുണ്ട്. ക്ഷമ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. സമാധാനത്തിലേക്കുള്ള കഴിഞ്ഞ 3-4 മാസത്തെ പുരോഗതി കാണുമ്പോൾ പുതിയ വർഷത്തിൽ സംസ്ഥാനത്തെ സാധാരണ നിലയിലേക്ക് കൊണ്ടുവരാനും സമാധാനം പുനഃസ്ഥാപിക്കാനും സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. സംഭവിച്ചതെല്ലാം സംഭവിച്ചു. പഴയ തെറ്റുകൾ മറന്ന് ഒരു പുതിയ ജീവിതം ആരംഭിക്കേണ്ടതുണ്ട്. ശാന്തവും സമ്പന്നവുമായ മണിപ്പൂർ. നാം എല്ലാം ഒന്നിച്ച് ജീവിക്കണം എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. മെയ്തി വിഭാഗത്തിലുള്ളവരെ പട്ടികവർഗത്തിൽപ്പെടുത്താൻ സംസ്ഥാന സർക്കാരിനോട് നിർദ്ദേശിച്ച മണിപ്പൂർ ഹൈക്കോടതി ഉത്തരവിനെ തുടർന്നുള്ള പ്രക്ഷോഭമാണ് സംസ്ഥാനത്തെ വംശീയ കലാപത്തിലേക്ക് നയിച്ചത്. സംഘർഷത്തിൽ ഇതുവരെ 280-ലധികം പേർക്ക് ജീവൻ നഷ്ടമായെന്നാണ് കണക്കുകൾ. കലാപത്തിനിടെ സ്ത്രീകളെ നഗ്നരാക്കി നടത്തിക്കുകയും ലൈംഗികമായി പീഡിപ്പിക്കുകയും ചെയ്ത സംഭവത്തിന്റെ വീഡിയോ ദൃശ്യം പുറത്തു വന്നതോടെ വൻ പ്രതിഷേധമാണ് രാജ്യമെങ്ങും ഉയർന്നത്. ദൃശ്യങ്ങൾ പകർത്തിയ മൊബൈൽ ഫോൺ പോലീസ് പിടിച്ചെടുക്കുകയും ഉടമ അറസ്റ്റിലാകുകയും ചെയ്തിരുന്നു. കേസ് അന്വേഷണം പിന്നീട് CBI ഏറ്റെടുത്തു. 2 സ്ത്രീകളെ കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കിയ ശേഷം അവരെ അക്രമികൾ നഗ്നരാക്കി നടത്തുന്നതിന്റെ വീഡിയോ ദൃശ്യം പുറത്തു വന്നതോടെയാണ് മണിപ്പൂർ കലാപത്തിന്റെ ഭീകരത പുറംലോകം അറിഞ്ഞത്. 2023 മെയ് മാസത്തിൽ തുടങ്ങിയ കലാപം ഒരു വർഷത്തിനു ശേഷം കെട്ടടങ്ങിയിട്ടില്ല. 250-ലധികം പേർ കൊല്ലപ്പെടുകയും ആയിരക്കണക്കിന് പേർ ഭവനരഹിതരാകുകയും ചെയ്തു. 100 കണക്കിന് പേർക്കാണ് പരിക്കേറ്റത്. കലാപത്തിന്റെ പേരിൽ രൂക്ഷ വിമർശനം നേരിടേണ്ടി വന്ന ബീരൻ സിംഗാണ് അധികാരത്തിൽ ഏറെക്കാലം കടിച്ചു തൂങ്ങി നിൽക്കാൻ ശ്രമിച്ചെങ്കിലും ഒടുവിൽ രാജിവെക്കേണ്ടി വന്നത്. കലാപത്തിനിടെ സ്ത്രീകൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങളെ അതിശക്തമായി അപലപിച്ച് സുപ്രീം കോടതി സർക്കാരിനെതിരെ അന്ന് അതിരൂക്ഷ വിമർശനം നടത്തിയിരുന്നു. കലാപകാരികൾക്ക് സ്ത്രീകളെ വിട്ടുകൊടുത്ത പോലീസിനെ തുടരന്വേഷണം ഏൽപ്പിക്കാൻ താല്പര്യമില്ലെന്ന് അന്നത്തെ ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കി. വീഡിയോയിൽ കണ്ടത് ഭീകര ദൃശ്യങ്ങളാണെന്നും ഇത് ഒറ്റപ്പെട്ട സംഭവമല്ലെന്നും വ്യാപകമാണെന്നും സുപ്രീം കോടതി നിരീക്ഷിച്ചിരുന്നു. കലാപകാരികൾ സ്ത്രീകളെ നഗ്നരാക്കി വഴി നടത്തിയ ശേഷം ലൈംഗികമായി പീഡിപ്പിച്ച സംഭവത്തിൽ പരാതി ലഭിച്ച് 14 ദിവസത്തിനു ശേഷമാണ് പോലീസ് FIR രജിസ്റ്റർ ചെയ്തത്. ഇത്രയും ദിവസം പോലീസ് എന്തു ചെയ്യുകയായിരുന്നുവെന്നും അന്നത്തെ ചീഫ് ജസ്റ്റിസ് ചോദിച്ചിരുന്നു.